Next, Mountbatten Plan. When Lord Mountbatten was sent to India as the Viceroy. വൈസ്രോയി ആയിട്ട് ലോർഡ് മൗണ്ട് ബാറ്റനെ ഇന്ത്യയിലേക്ക് അയച്ചു. കമ്മ്യൂണൽ വയലൻസ് വെയർ ഗെയിനിങ് മൊമെൻറ്റം ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കമ്മ്യൂണൽ വയലൻസ് നടന്നുകൊണ്ടിരുന്നു. ഹി ആൾസോ റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ടു കീപ്പ് ഇന്ത്യ യുണൈറ്റഡ്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി എന്താണ്, ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ടു കീപ്പ് ഇന്ത്യ യുണൈറ്റഡ്. ഇപ്പോൾ ഇന്ത്യയെ യുണൈറ്റ് ചെയ്യണം അല്ലേ. ഹി വാസ് ആൾസോ റിയലൈസ്ഡ്, അദ്ദേഹം മനസ്സിലാക്കി ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ടു കീപ്പ് ഇന്ത്യ യുണൈറ്റഡ്. ഇപ്പോൾ ഇന്ത്യ ഡിവൈഡ് ചെയ്യണം, അല്ലാതെ ഇന്ത്യയെ യുണൈറ്റ് ചെയ്യാൻ കഴിയില്ല. സോ മൗണ്ട് ബാറ്റൻ ടുക്ക് എ ഡിസിഷൻ ഇൻ ഫേവർ ഓഫ് ദ പാർട്ടീഷൻ. അപ്പോൾ അങ്ങനെ അദ്ദേഹം വിഭജിക്കാൻ തീരുമാനിച്ചു. ആഫ്റ്റർ എ സീരിയസ് ഡിസ്കഷൻ വിത്ത് ഇന്ത്യൻ ലീഡേഴ്സ്. അപ്പോൾ ഇന്ത്യൻ ലീഡേഴ്സുമായിട്ട് ഒരുപാട് ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്തു. മൗണ്ട് ബാറ്റൻ വർക്ക്ഡ് ഔട്ട് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ടു ദ ഇന്ത്യൻ പീപ്പിൾ. അതുപോലെ അതോടൊപ്പം തന്നെ ഇന്ത്യൻ ജനതയിലേക്ക് അധികാരം കൈമാറാനും അദ്ദേഹം തീരുമാനിച്ചു. ദ പ്രപ്പോസൽ വാസ് നോൺ ആസ് മൗണ്ട് ബാറ്റൻ പ്ലാൻ. അപ്പോൾ ഈ പ്രപ്പോസലിനെയാണ് നമ്മൾ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി വാട്ട്സ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് മൗണ്ട് ബാറ്റൻ പ്ലാൻ? ലോർഡ് മൗണ്ട് ബാറ്റൻ കെയിം ടു ഇന്ത്യ ആസ് ദ ലാസ്റ്റ് വൈസ്രോയി. ഒരു മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഹു ഈസ് നോൺ ആസ് ദ ലാസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ. ദറ്റ് ഇസ് ലോർഡ് മൗണ്ട് ബാറ്റൻ. And was assigned the task of speedy transfer of power than the British Prime Minister Clement Attlee. അപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ ക്ലെമൻ്റ് അറ്റ്ലിയിൽ നിന്നും അധികാരം ഇന്ത്യയിലേക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ് ലോർഡ് മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലേക്ക് എത്തിയത്. അപ്പോൾ ലാസ്റ്റ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ലോർഡ് മൗണ്ട് ബാറ്റനാണ്. സോ ഇൻ മെയ് 1947, 1947 മെയ്യിൽ മൗണ്ട് ബാറ്റൻ കെയിം അപ്പ് വിത്ത് എ പ്ലാൻ അണ്ടർ വിച്ച് ഹി പ്രപ്പോസ്ഡ് ദാറ്റ് ദ പ്രോവിൻസസ് ബി ഡിക്ലെയർഡ് ഇൻഡിപെൻഡൻറ്റ് സക്സസർ. അപ്പോൾ ഓരോ പ്രോവിൻസും ഇൻഡിപെൻഡൻ്റ് ആവും, അല്ലെങ്കിൽ സ്വതന്ത്രനാവും സ്റ്റേറ്റ്. ആൻഡ് ദെൻ ഹി അലൗഡ് ടു ചൂസ് വെദർ ടു ജോയിൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓർ നോട്ട്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓരോ പ്രവിശ്യകൾക്കും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ജോയിൻ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ ദിസ് പ്ലാൻ വാസ് കാൾഡ് ഡിക്കി ബേർഡ് പ്ലാൻ. അപ്പോൾ ഈ പ്ലാനിനെ ഡിക്കി ബേർഡ് പ്ലാൻ എന്നറിയപ്പെടുന്നു. ദെൻ ദ വൈസ്രോയി കെയിം അപ്പ് വിത്ത് അനദർ പ്ലാൻ കാൾഡ് ജൂൺ 3 പ്ലാൻ. ദിസ് പ്ലാൻ വാസ് ദ ലാസ്റ്റ് പ്ലാൻ ഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ലാസ്റ്റ് പ്ലാൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 3 പ്ലാൻ. അതിനെയാണ് നമ്മൾ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് മൗണ്ട് ബാറ്റൻ പ്ലാൻ. ദിസ് പ്ലാൻ വാസ് അക്സെപ്റ്റഡ് ബൈ ബോത്ത് ദ കോൺഗ്രസ് ആൻഡ് ദ മുസ്ലിം ലീഗ്. ഇപ്പോൾ ജൂൺ 3 പ്ലാനിനെ അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്ലാനിനെ കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും അക്സെപ്റ്റ് ചെയ്തു. ബൈ ദെൻ ദ കോൺഗ്രസ് ഹാഡ് ആൾസോ അക്സെപ്റ്റഡ് ദ ഇനവിറ്റബിലിറ്റി ഓഫ് ദ പാർട്ടീഷൻ. അതുപോലെ തന്നെ ഇന്ത്യയെ വിഭജിക്കണം, അപ്പോൾ അതും കോൺഗ്രസ് അക്സെപ്റ്റ് ചെയ്തു. സിൻസ് ദിസ് പ്ലാൻ എൻവിസേജ്ഡ് ദ പാർട്ടീഷനിങ് ഓഫ് ദ നേഷൻ, ഇറ്റ് ഈസ് ആൾസോ റെഫർഡ് ടു ആസ് ദ പാർട്ടീഷൻ പ്ലാൻ. അപ്പോൾ ഈ പ്ലാനെ നമ്മൾ വേറൊരു പേരിലും അറിയപ്പെടുന്നു, പാർട്ടീഷൻ പ്ലാൻ. ദിസ് പ്ലാൻ വാസ് പുട്ട് ഇൻ ടു ആക്ഷൻ ബൈ ദ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പ്രകാരമാണ് ഇത് പുട്ട് ഇൻ ടു ആക്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനോന്മുഖമായത്. വിച്ച് വാസ് പാസ്ഡ് ഇൻ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസ്സാക്കി. ആൻഡ് റിസീവ്ഡ് ദ റോയൽ അസെൻറ്റ്. റോയൽ അസെൻറ്റ് ലഭിച്ചു ഓൺ ജൂലൈ 18, 1947. ജൂലൈ മാസം 18-ാം തീയതി 1947. So what are the important provisions of the Mountbatten Plan? Number 1, British India was to be partitioned into 2 dominions, that is India and Pakistan. ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട്. നമ്പർ 2, the constitution framed by the Constituent Assembly would not be applicable to the Muslim majority area as they would become Pakistan. ഇപ്പോൾ മുസ്ലിം മെജോറിറ്റി അല്ലെങ്കിൽ മുസ്ലിം കൂടുതലുള്ള ഏരിയാസിൽ വേണമെങ്കിൽ അവർക്ക് പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാം. ദ ക്വസ്റ്റൻ ഓഫ് എ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോർ ദ മുസ്ലിം മെജോറിറ്റി ഏരിയ. അപ്പോൾ മുസ്ലിം മെജോറിറ്റി ഏരിയയിലേക്ക് ഒരു സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിർമ്മിക്കും. ആൻഡ് വുഡ് ഡിസൈഡഡ് ബൈ ദീസ് പ്രോവിൻസ്. വുഡ് ബി ഡിസൈഡഡ് ബൈ ദീസ് അത് ഓരോ പ്രോവിൻസുകൾക്കും തീരുമാനിക്കാം. ആസ് പെർ ദ പ്ലാൻ, ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ബംഗാൾ ആൻഡ് പഞ്ചാബ് മെറ്റ് ആൻഡ് വോട്ടർ ഫോർ ദി പാർട്ടീഷൻ. അപ്പോൾ അതുപോലെ തന്നെ ബംഗാളിലും പഞ്ചാബിലും പാർട്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർക്ക് വോട്ട് രേഖപ്പെടുത്താം. അക്കോർഡിംഗ്ലി ഇറ്റ് വാസ് ഡിസൈഡഡ് ടു പാർട്ടീഷൻ ദീസ് 2 provinces along റിലീജിയസ് ലൈൻ.
അപ്പോൾ ഈ പ്രോവിൻസുകളിൽ അല്ലെങ്കിൽ പാർട്ടീഷൻ നടപ്പിലാക്കുന്നത് റിലീജിയസ് മതപരമായ രീതിയിലായിരിക്കണം. ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് സിന്ധ് വുഡ് ഡിസൈഡ് വെദർ ടു ജോയിൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓർ നോട്ട്. അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയായ സിന്ധിനെ തീരുമാനിക്കാൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ചേരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഇറ്റ് ഡിസൈഡഡ് ടു ഗോ ഇറ്റ് പാകിസ്ഥാൻ. ഇപ്പോൾ സിന്ധ് പാകിസ്ഥാനിൽ പോകാൻ തീരുമാനിച്ചു. എ റെഫറൻഡം വാസ് ടു ബി ഹെൽഡ് ഓൺ NWFP, that is North West Frontier Provinces, and Sylhet district, that is in the provinces of Assam. അപ്പോൾ അവിടെ ഒരു റെഫറൻഡം അറിയാം. അതായത് റെഫറൻഡം മീൻസ് അതായത് പൊതുജന പ്രാധാന്യമുള്ള ഒരു ചോദ്യത്തിന് ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം ആരായുകയാണ് നമ്മൾ റെഫറൻഡം കൊണ്ട് ഉദ്ദേശിക്കുക. ആൻഡ് ടു ഡിസൈഡ് വിച്ച് ഡൊമീനിയൻ ടു ജോയിൻ. And Northwest Frontier Provinces decided to join Pakistan, while Khan Abdul Ghaffar Khan boycotted and rejected the referendum. അപ്പോൾ ഈ റെഫറൻഡം റിജക്റ്റ് ചെയ്യാൻ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തീരുമാനിച്ചു. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസസ് പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. സോ ദ ഡേറ്റ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പവർ വാസ് ടു ബി August 15, 1947. അപ്പോൾ ഈ ഡേറ്റ് ഓഗസ്റ്റ് മാസം 15-ാം തീയതി 1947 അധികാരം കൈമാറാൻ തീരുമാനിച്ചത്. ടു ഫിക്സ് ദ ഇൻ്റർനാഷണൽ ബൗണ്ടറീസ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ് ദ ബൗണ്ടറി കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ ഒരു ബൗണ്ടറി കമ്മീഷൻ നിലവിൽ വന്നു. ചെയർഡ് ബൈ സർ സിറിൽ റാഡ്ക്ലിഫ്. അതുകൊണ്ടാണ് നമ്മളതിനെ ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറി ലൈനെ റാഡ്ക്ലിഫ് ലൈൻ എന്നറിയപ്പെടുന്നത്. സോ ദ കമ്മീഷൻ വാസ് ടു ബി ഡെമാർക്കേറ്റ് ബംഗാൾ ആൻഡ് പഞ്ചാബ് ഇൻ ടു ദ ടു ന്യൂ കൺട്രീസ്. ഇപ്പോൾ രണ്ട് പുതിയ രാജ്യം, ഈ കമ്മീഷൻ്റെ ബേസിൽ രണ്ട് പുതിയ രാജ്യങ്ങൾ, അതായത് ബംഗാളും പഞ്ചാബും. സോ ദ പ്രിൻസ്ലി സ്റ്റേറ്റ് വെയർ ഗിവൺ ദ ചോയ്സ് ടു ഏതർ റിമൈൻ ഇൻഡിപെൻഡൻറ്റ് ഓർ ടു അക്സീഡ് ദ ഇന്ത്യ ഓർ പാകിസ്ഥാൻ. ഇപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റിന് ഒന്നുകിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റിമൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ അക്സീഡ് ചെയ്യാം, അതല്ലെങ്കിൽ പാകിസ്ഥാനിൽ അക്സീഡ് ചെയ്യാം. ദ ബ്രിട്ടീഷ് സുസെർണിറ്റി ഓഫ് ദീസ് കിങ്ഡം വാസ് ടെർമിനേറ്റഡ്. ദ ബ്രിട്ടീഷ് മൊണാർക്ക് വുഡ് നോ ലോങ്ങർ യൂസ് ദ ടൈറ്റിൽ എംപറർ ഓഫ് ഇന്ത്യ. അപ്പോൾ എംപറർ ഓഫ് ഇന്ത്യ എന്ന ടൈറ്റിൽ ഇനി ബ്രിട്ടീഷ് മൊണാർക്കിൽ ഉണ്ടായിരിക്കില്ല. സോ ആഫ്റ്റർ ദ ഡൊമിനിയൻസ് വെയർ ക്രിയേറ്റഡ് ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് കുഡ് നോട്ട് എനാക്ട് എനി ലാ ഇൻ ദ ടെറിട്ടറീസ്. ഇപ്പോൾ ഓരോ ഡൊമീനിയൻസും അല്ലെങ്കിൽ പ്രവിശ്യകളും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ബ്രിട്ടീഷ് പാർലമെൻറ്റ് നിയമങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല. So until that time the new constitution came into existence, the Governor General would assent and any law passed by the Constituent Assembly of the Dominions in His Majesty name. The Governor General was made a constitutional head. അപ്പോൾ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള ഹെഡായിട്ട് അറിയപ്പെടുന്ന ഗവർണർ ജനറലിനെയാണ്. And thus according to the Mountbatten Plan, the provinces of India were to be divided between Pakistan and India through a referendum. The word Pakistan was coined by Chowdhury Rahmat Ali, and it came out of the combination of initial letters of certain provinces of erstwhile India. P stands for Punjab, A for Afghanistan, K for Kashmir, I for Indus region, and stand for Balochistan. A boundary commission was appointed to settle boundary between India and Pakistan. അതുപോലെ ഒരു ബൗണ്ടറി കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ അതാണ് മിസ്റ്റർ സിറിൽ റാഡ്ക്ലിഫ് വാസ് അപ്പോയിൻറ്റഡ് ടു അണ്ടർടേക്ക് ദ ടാസ്ക്. അതാണ് റാഡ്ക്ലിഫ് ലൈനായിട്ട് അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് പ്രിപ്പയർഡ് എ മാപ്പ് ഫോർ ദ പാർട്ടീഷൻ ആൻഡ് ഡിസൈഡഡ് ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ദീസ് ബൗണ്ടറി ലൈൻസ് ആർ പോപ്പുലർലി നോൺ ആസ് റാഡ്ക്ലിഫ് ലൈൻസ്. അപ്പോൾ ഈ ബൗണ്ടറി ലൈനിനെയാണ് നമ്മൾ റാഡ്ക്ലിഫ് ലൈൻസ് എന്നറിയപ്പെടുന്നത്. പിന്നെ ഇതും ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. India Pakistan boundary line, that is Radcliffe line. Congress leaders agreed to the proposal of partition to avoid communal carnage and bloodshed. ഇപ്പോൾ ബ്ലഡ്ഷെഡുകൾ അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ വർഗീയതകളെ ഇല്ലാതാക്കുന്നതിനും ഈ പാർട്ടീഷൻ അനിവാര്യമാണെന്ന് കോൺഗ്രസ് ലീഡേഴ്സും സമ്മതിച്ചു. However, the pronouncement of the partition received a mixed response from the public. Khan Abdul Ghaffar Khan, popularly known as ഫ്രണ്ടിയർ ഗാന്ധി, അതും പരീക്ഷയ്ക്ക് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നുണ്ട്. അതിർത്തി ഗാന്ധി അല്ലെങ്കിൽ ഫ്രണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സ്ട്രോങ്ലി ഓപ്പോസ്ഡ് ദ ഡിസിഷൻ ഓഫ് ദ കോൺഗ്രസ് ടു അക്സെപ്റ്റ് ദ പാർട്ടീഷൻ. അപ്പോൾ അദ്ദേഹം മാത്രമാണ് പാർട്ടീഷൻ അക്സെപ്റ്റ് ചെയ്ത കോൺഗ്രസിൻ്റെ അക്സെപ്റ്റ് ചെയ്ത പാർട്ടീഷനെ ഓപ്പോസ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ മാത്രമായിരുന്നു.